السلام عليكم. الحمد لله الصلاة والسلام على رسول الله صلى الله عليه وسلم. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. قال الله عز وجل الشفاعة خبلنا في القيامة مشفقا فهلنا يا الله يا سيدي خير النبي جل الصلاة على النبي والسلام على الرسول الشفيع الأبدعي والحبيب الأعربي. പ്രിയമുള്ളവരെ, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മീലാദ് ആഘോഷത്തിൻ്റെ ഈ വേളയിൽ അവിടുത്തെ ശഫാഅത്തിനെ കുറിച്ച് അല്പം പറയട്ടെ. നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ ആരും നമ്മെ തിരിഞ്ഞു നോക്കാനുണ്ടാവുകയില്ല. സൂര്യൻ്റെ ചുവട്ടിൽ പ്രകാശപ്പെട്ട് നിൽക്കുന്ന ആളുകൾ രക്ഷ ലഭിക്കാൻ വേണ്ടി നെട്ടോട്ടമാടുകയാണ്. ആദ്യമായി ആ മനുഷ്യപിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ കാണുന്നു. അവിടൊന്ന് സാധ്യമല്ല എന്ന് പറയുന്നു. പിന്നീട് നൂഹ് നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇങ്ങനെ എല്ലാ നബിമാരെയും കാണുന്നു. അവരെല്ലാവരും സാധ്യമല്ല എന്ന് പറയുന്നു. അവരെല്ലാവരും വെപ്രാളത്തോടെ സാധ്യമല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താരും സലാത്ത് ചൊല്ലാത്തത് ഉറക്കെ ചൊല്ലോ. നമ്മുടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, കരുണിന്റെ കഷ്ടമായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ചെയ്യാൻ തയ്യാറാവുകയാണ്. നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുകയും അല്ലാഹു തആല അത് സ്വീകരിക്കുകയും ചെയ്യുന്നു. അതിനെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞത് ആ നേതാവിൻ്റെ ശഫാഅത്ത് ലഭിക്കണമെങ്കിൽ ബാങ്കിന് ശേഷമുള്ള ദുആ മടക്കാതെ ചൊല്ലേണ്ടതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനെക്കുറിച്ചുള്ള വരിയാണ് മംഗോസ് മൗലിദിൽ ഞാൻ തുടക്കത്തിൽ ചൊല്ലിയത്. എല്ലാവരുടെ വീട്ടിലും മംഗോസ് മൗലിദ് നടത്തണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. വാക്കുകൾ ചൊല്ലിക്കുന്നു. അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും.